പരിശുദ്ധമായ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണിതെന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അതല്ല, ഇത് തന്നെയാവണം ഹുദൈബിയ സന്ധിയിൽ അവസാനിച്ച ഹബീബിന്റെ ഉംറയെക്കുറിച്ചുള്ള ആ ആയത്തിനെ ആ ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള പരാമർശമാണോ എന്നും ഇവിടെ ചർച്ചയുണ്ട്. പക്ഷേ ഇതല്ലാഹു തആല ജല്ല ജലാലു ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കി കൊടുത്ത അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ മലകൂത്ത് സമാഇന്റെ അദൃശ്യ ലോകത്തിന്റെ രഹസ്യങ്ങളെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന റുഅ്യ, ആ റുഅ്യ അല്ലാഹു നടപ്പിലാക്കി കൊടുത്തത് ചില ആളുകളുടെ ഈമാൻ പരീക്ഷിക്കാൻ തന്നെയാണ്. സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ പരീക്ഷണാവുക? ഒരാൾ ഇവിടെ നിന്ന് പറയാ, ഞാനിപ്പോ ഇന്ന് രാവിലെ ദുബായി പോയി വന്നിട്ടാ. എപ്പോ? നീ രാവിലെ പറയുന്നിറങ്ങി കണ്ടില്ലേ? അപ്പോഴേക്ക് ഞാൻ ദുബായി പോയി വന്നിട്ടുണ്ട്. അതെപ്പോടാ? അപ്പൊ പറയാണ്, ഞാൻ നല്ല സ്വപ്നം കണ്ടടാ, രാവിലെ എണീറ്റപ്പോ അറിയുന്നത് ഞാൻ മാസത്തിൽ കൊണ്ട് തന്നെയാണ്. ആർക്കെങ്കിലും വല്ല വിഷയമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? സ്വപ്നം കൊണ്ട് അമേരിക്ക വരെ പോയി എന്ന് വിചാരിക്കുക. പോട്ടെ, ഫോൻ 1-ാം ആകാശം കഴിഞ്ഞ് 2-ാം ആകാശത്ത് പോയിട്ടാ വന്നു സ്വപ്നം കണ്ട് പറഞ്ഞാൽ വല്ല ഫിത്തിന അതുകൊണ്ടുണ്ടോ? ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? ഇല്ല. കാരണം സ്വപ്നത്തിൽ ഒരാൾക്ക് എന്തും കാണാം. അതുകൊണ്ട് ഹബീബിന്റെ സ്വപ്നത്തെക്കുറിച്ചല്ല ഫിത്നതൻ ലിന്നാസ് എന്ന് പറയുന്നത്. പിന്നെയോ, എന്റെ ഹബീബ് ഇങ്ങനെ ഒരു യാത്ര നടത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐൻസ്റ്റൈന്റെ ഒരു തിയറി കൊണ്ടുവരും, ഒരു ഖാഇദ. എന്താണ് ആ ഖാഇദ? ഒരു ഐനും ലാ തസ്തതിഉ ഐനുൻ അൻ യുസാഫിർ ബിസുറഅത്തിൽ ലൗഹ്. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു വസ്തുവിനും ഒരു ഐനിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഖാഇദ. Nothing can travel in the velocity of light. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരാൾക്കും ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്നല്ലേ? പിന്നെ എങ്ങനെ ഒരു മനുഷ്യനായ ആൾ, അതും ബിഅബ്ദിഹി അസ്റാ ബിഅബ്ദിഹി, സ്വപ്നം കണ്ടതല്ല. അബ്ദ് എന്ന് പറയുന്നത് ജിസ്മും റൂഹുമുള്ള ഒരവസ്ഥയിൽ പറയുന്ന വാക്കാണ്. ഹബീബായ നബി തങ്ങളെന്ന അല്ലാഹുവിന്റെ അബ്ദിനെ അല്ലാഹു കൊണ്ടുപോയി. എന്തിനെയല്ല കൊണ്ടുപോയത്? റൂഹിനെയല്ല കൊണ്ടുപോയത്, അബ്ദിനെ കൊണ്ടുപോയി. അസ്റാ ബിഅബ്ദി. അല്ലാഹു പറഞ്ഞു, ഇതേ എന്റെ റസൂല് ഞാനങ്ങ് പോയി എന്ന് പറഞ്ഞതല്ല. ഞാനങ്ങ് പോയി എന്നാണോ അള്ളാഹു ആയത്തിറക്കിയത്? അല്ല. എന്താണ്? അള്ളാഹു ഹബീബിനെ കൊണ്ടുപോയി. അപ്പോ ഒരു കുട്ടി പറയണ, ഞാൻ ഇവിടുന്ന്, മോന്റെ പേരെന്താ? മോനെ? സയാൻ പറയാണ്, ഞാൻ ഇവിടുന്ന് മംഗലാപുരത്ത് പോയി. സയാൻ, എങ്ങനെ പോയി മോനെ? ഞാൻ പോയി. നീ പോയാ? ഞാൻ പോയി. ഓക്കെ. സയാൻ ഒറ്റയ്ക്ക് മംഗലാപുരത്ത് പോയി. എന്നിട്ട് നീ ഇപ്പന്നെ തിരിച്ചു വന്നോ? ഭയങ്കര അത്ഭുതമാണല്ലോ, നീ ബമ്പനാണല്ലോ. അങ്ങനെ പറയല്ലേ, ജോൺ ബമ്പൻ. സയാൻ പോയി. പിന്നെ അവൻ പറയാണ്, ഞാൻ പോയത് എന്റെ ഉപ്പന്റെ കൂടെയാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നീ പോയിട്ടുണ്ട്, നിന്റെ കൂടെ ബാപ്പ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ബാപ്പ കാറിലെത്തി കൊണ്ടുപോയതാ. അപ്പൊ പിന്നെ സയാന് നടക്കാൻ പറ്റുമെന്നല്ല അവിടെ നോക്കുക. വാപ്പക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നുണ്ടോ? വാപ്പക്ക് വണ്ടി ഉണ്ടോ? വാപ്പ പോകാൻ കഴിയുന്ന ആളാണോ? എങ്കിൽ വാപ്പയുടെ താബിയായിട്ട് കുട്ടി പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? കുട്ടി ഒറ്റക്ക് പോയി എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. കുട്ടിയെ ഒരാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഞാൻ ബോംബെ വരെ പോയി എന്ന് പറഞ്ഞു, നമുക്ക് വിശ്വസിച്ചൂടെ? കൂടെ ആളുണ്ടെങ്കിലേ. അതുകൊണ്ട് അല്ലാഹു പറയാ, അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു അവന്റെ അബ്ദിനെ കൊണ്ടുപോയതാണ്. അപ്പോ നിങ്ങൾ അബ്ദിന്റെ ഖുദ്റത്തിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, കൊണ്ടുപോയ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ്ക്കത് കഴിയൂല്ലേ എന്ന് നോക്കിയാൽ മതി. ഹബീബായ നബി ഒറ്റക്ക് പോയി എന്നല്ലല്ലോ പറയണത്. എന്താ പറയണത്? സുബ്ഹാന. ഇനി പറയാൻ പോകുന്ന വിഷയം അത്ഭുതത്തിന്റെ വിഷയമാണ്. അത്ഭുതങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോഴ ആയത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന് പറയാം. ഇനി പറയാൻ പോകുന്നത് അത്ഭുതമാണ്. അതുകൊണ്ട് സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയാൻ റെഡിയായിക്കോളൂ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു അത്ഭുതമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാ സുബ്ഹാന എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഇനി പറയുന്നത് ഒരു സാധാരണ സംഗതിയല്ല. നിങ്ങൾക്ക് അത്ഭുതം വരും, നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ബെവിൽഡർമെന്റ് വരും, ബെവിൽഡറിംഗ് എന്ന് പറയും.
അന്തം വിട്ടുപോകുക എന്ന വാക്കിന്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അലിഹയ ഇലഹു, നമുക്ക് ചെറിയൊരു സ്വതക്ക ചെയ്യാനൊരു അവസരം വന്നിട്ടുണ്ട് ട്ടാ. തെറ്റുകൾ പുറത്ത് കിട്ടാൻ, മുസീബത്തുകൾ തട്ടി ദൂരത്താവാൻ ഒരു ഗോൾഡൻ ചാൻസ് നമ്മുടെ മുമ്പിലേക്ക് വരിക. നല്ല സ്വതക്ക കൊടുത്തോളി, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മൾ ചെയ്തതൊക്കെ കുരുത്തക്കേടാണ്. വലിയ വലിയ തെറ്റുകൾ ഉണ്ടാകാം, ചെറുതുണ്ടാകാം. പടച്ചതമ്പുരാന് കൊടുക്കുന്നിടത്ത് മാത്രം പിശുക്കുക. ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ചോദിച്ചു വാങ്ങുക, അങ്ങനെ പോണ്ട. അതുകൊണ്ട് കൊടുക്കുന്നതിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിലൊരു നല്ലത്. നമ്മുടെ ബക്കറ്റുമായി പ്രവർത്തകർ വരുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. സഹോദരിമാരുടെ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. അവരും എന്ത് ചെയ്യണം? ഈ പരിശുദ്ധമായ രാത്രിയുടെ ഈ മജ്ലിസിന്റെ പുണ്യം നമുക്ക് ലഭിക്കണം. അല്ലാഹു ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ أسرى بعبده ليلا من المسجد الحرام. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാത്രിയുടെ അല്പസമയത്തിനകം അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല കൊണ്ടുപോയത് മഹാത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനാൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. എന്റെ അബ്ദ്, എന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് പോയി എന്ന അവകാശവാദം നിങ്ങളോട് പറയുകയല്ല. എന്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് എന്റെ ഹബീബിനെ വെച്ചുകൊണ്ടല്ല നിങ്ങൾ അളക്കേണ്ടത്. കൊണ്ടുപോയ ഞാൻ ആരാണ്? എന്റെ ഖുദ്റത്ത് എന്താണ്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവനല്ലയോ അല്ലാഹു. ആ റബ്ബ് ഹബീബിനെ കൊണ്ടുപോയി ബുറാഖെന്ന വാഹനപ്പുറത്ത്. ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലാണ് കൊണ്ടുപോയത്. അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോകാന്ന. പിന്നെ ഒരു ലൈലൻ എന്നത് നിക്കറയായി കൊണ്ടുവന്നാൽ ഐ ജുസ്അൻ മിനൽ ലൈൽ, രാത്രിയിലെ ഒരല്പസമയത്തിനുള്ളിൽ. എവിടെ നിന്ന് എവിടേക്ക്? മിനൽ മസ്ജിദിൽ ഹറാം. ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്ക പുണ്യഭൂമിയിൽ അല്ലാഹുവിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആരാധനാലയം അതാണ് കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ഭൂമിയെ വൽ അർള വളഅഹാ ലിൽ അനാം എന്ന വദഅ ചെയ്ത അല്ലാഹു തന്നെ പറയാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. അതുകൊണ്ട് ഭൂമിയുടെ കാലപ്പഴക്കം അറിയുന്നത് അല്ലാഹുവിനാണ്. ആ പടച്ചതമ്പുരാൻ പറയാ, എന്റെ ഭൂമിയെ ഞാൻ പടച്ചയിടം മുതൽ എന്റെ ഭൂമിയിൽ ആദ്യം എനിക്ക് വേണ്ടി ഞാൻ എന്നിലേക്ക് നിസ്ബ ചെയ്ത എന്റെ ഭവനമാണ് കഅബാലയം. അൻ തുഹിറാ ബൈതിയ, എന്റെ വീട് എന്ന് അല്ലാഹു പറഞ്ഞ വീട്. നാട്ടിലെ പള്ളികളൊക്കെ അള്ളാന്റെ വീടാണ്, പക്ഷെ അള്ളാന്റെ വീടായി നമ്മൾ വഖഫ് ചെയ്യുന്നതാണ്. പക്ഷെ കഅബാലയം അല്ലാഹു എന്റെ വീടാണ് എന്ന് അല്ലാഹുലേക്ക് ചേർത്തി പറഞ്ഞതാണ്. ആ കഅബാലയത്തിൽ നിന്ന് നിബിതങ്ങളുടെ അമ്മായിയായിരുന്ന ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പുണ്യനിബിതങ്ങൾ കിടന്നുറങ്ങുന്ന ദിവസമായിരുന്നു അത്. ആ രാവിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടാകുന്നത്. ഹബീബിനെ കൊണ്ടുപോകാൻ ബുറാഖ് എന്ന വാഹനം വന്നു എന്ന് നമുക്കറിയാം. മസ്ജിദുൽ അഖ്സ നമ്മൾ പറയും മസ്ജിദുൽ അഖ്സ എന്ന്. ശരിക്കും അത് അറബി വ്യാകരണ പ്രകാരം അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ള പള്ളി. അൽ എന്ന് ചേർക്കണം. അൽ മസ്ജിദുൽ അഖ്സ, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ്, അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, ഇങ്ങനൊക്കെ പറയാം. അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ്. അപ്പൊ ഒരു ചോദ്യം വന്നു, 500 കിലോമീറ്റർ അന്ന് യാത്ര ചെയ്യണമെങ്കിൽ മിനിമം 10 ദിവസം എടുക്കും ഒട്ടകപ്പുറത്ത്. അവർ 1000 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 20 ദിവസം എടുക്കും.
ഒരു 2000 കിലോമീറ്റർ ദൂരെയാണെങ്കിലോ 40 ദിവസം എടുക്കും. 40 ദിവസമെടുക്കുന്ന 2000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു സ്ഥാനത്തേക്ക് പുണ്യ ഹബീബിനെ രാത്രിയിൽ അള്ളാഹു കൊണ്ടുപോയതാണ് ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞത്. സൂറത്തുൻ നജ്മിൽ മിഅ്റാജിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്നാ പറയാ. ഇസ്രാ മാത്രമേ തുറന്നടിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ റസൂലിനെ കൊണ്ടുപോയി. ആർക്കാ ചോദിക്കാൻ വരുന്നത്? ചോദിക്കാൻ വാ, ഞാനാ കൊണ്ടുപോയത്. അതാണ് ഖുർആന്റെ ഭാഷ്യം. ഇത് ചില ആളുകൾക്ക് പരീക്ഷണമാണ്, ഇത് ഫിത്നയാണ്. ഇങ്ങനെ സംഭവിക്കുമോ? അപ്പൊ ഇങ്ങനെ സയൻസ് വെച്ച് നോക്കുമ്പോ ഇത് സംഭവിക്കാൻ സാധ്യതല്ല എന്ന് ചില ആളുകൾ പറയും. അതവിടെ അവസാനിച്ചിട്ടില്ല. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന്, അൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, അൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഹബീബായ നബി തങ്ങളെ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി 5 നേരത്തെ നിസ്കാരം സമ്മാനമായി കൊടുത്ത് ഹബീബിനെ തിരിച്ചു പറഞ്ഞയച്ച് മസ്ജിദുൽ അഖ്സയിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക് ബുറാക്കിന്റെ പുറത്ത് വന്ന ആ യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന് പറയുന്ന ഈ റജബ് മാസത്തിലെ 27-ാം രാവ് എന്ന് പറയുന്നത്. അതിന്റെ പിറ്റേന്നാള് നമ്മൾ അള്ളാഹുവിന് ശുക്റായി നോമ്പെടുക്കുന്നവരാണ്. എന്തായിരുന്നു ആ യാത്ര? മനുഷ്യൻ സഞ്ചരിക്കുന്ന സ്പീഡിനൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പ്രകാശം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ വാച്ചിലേക്ക് നോക്കിയൊക്കെ സെക്കൻഡ് നോക്കുമ്പോൾ 2 സെക്കൻഡായി പോകും. ഒറ്റ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യണം. ഒരു സെക്കൻഡിൽ. സൂര്യപ്രകാശത്തിന്റെ വേഗതയാണത്. അതുകൊണ്ടാണ് വശംസി വദുഹാഹ. എന്തിനാ അള്ളാഹു സൂര്യന്റെ പ്രകാശത്തെ സംബന്ധിച്ച് ഇങ്ങനെ അള്ളാഹു തആല സത്യം ചെയ്യുന്നത്? ഇത് ചെറിയൊരു സംഭവമല്ല. അത് നീ മനസ്സിലാവാത്തത് എന്തൊക്കെ കാണും. അള്ളാഹുവേ, വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വദുഹാഹ, സൂര്യന്റെ ദുഹയെ തന്നെയാണ് സത്യം. സൂര്യന്റെ പ്രഭക്കാണ് ദുഹ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. അപ്പൊ മനസ്സിലായി, സൂര്യപ്രകാശത്തിനേക്കാളും വേഗതയുള്ള ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയില്ല. മുംകിന, മുസ്തഹീലല്ല. ശാസ്ത്രകാരന്മാർ പറയാൻ നമുക്കറിയില്ല. കാരണം ഈ പ്രപഞ്ചം ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുകയാണെങ്കിൽ കോടി കൊല്ലങ്ങളെടുക്കുമത്രേ. ഈ സ്പീഡിൽ പോയാൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോയാൽ, അങ്ങനെ പോകാൻ കഴിയില്ല എന്നാ. ആ സ്പീഡ് പ്രാപിക്കുമ്പോഴേക്കും വസ്തു ഊർജമായിട്ട് മാറും. ദ മാസ് വിൽ ടേൺ ഇൻ ടു എനർജി. പിന്നെ സാധനം കാണാൻ കിട്ടൂല എന്നാ. അത് ഊർജമായിട്ട് മാറിയിട്ടുണ്ടാവുന്ന. അപ്പൊ ഇതൊരു ഫിത്നയാണ് ചില ആളുകൾക്ക്. സയൻസ് കൊണ്ടാണ് ഞങ്ങൾ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നോന്ന് പറയേണ്ടി വരും. കാരണം ദീൻ എന്ന് പറയുന്നത് അഖ്ലുൽ മിനൽ ഖാരിജ്, അതാണ് വഹ്യ്. നിന്റെ ബുദ്ധി എന്ന് പറയുന്നത് വഹ്യുൻ മിനദ് ദാഖിൽ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന വഹ്യാണ്. പുറമെ നിന്നൊരു വഹ്യ് വരുന്നുണ്ട്, അതാണ് പുറമെ നിൽക്കുന്ന നിന്റെ അഖല്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന അഖല് പുറമെ കിടക്കുന്ന അഖലുമായി സിൻക്രണൈസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളെ ബോധിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിച്ചത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവർ പറഞ്ഞു, അൽ അഖ്ലു വഹ്യുൻ മിനദ് ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. നമ്മൾ കാണുന്നത്, ഈ പഠിക്കുന്നതും ഈ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതും ഇത് മാത്രമാണ് പഠനം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അറിവ് അതിനപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് സൂറത്തുൽ കഹ്ഫിലെ 10-20ഓളം ആയത്തുകളെ ഉപയോഗപ്പെടുത്തി ഖിദർ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അള്ളാഹു പരിചയപ്പെടുത്തിയതാണ്. ഖിദർ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയിടത്ത് അറിവിന്റെ സോഴ്സ് സയ്യിദന മൂസ നബി അലൈഹിസ്സലാമിന് വഹ്യായി ലഭിച്ച തൗറാത്തിന്റെ അൽവാഹികൾക്കപ്പുറത്തേക്ക്, അള്ളാഹു നൽകുന്ന ഇൽഹാമിനപ്പുറത്തേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് പോലും ആക്സസ് കിട്ടാതിരുന്ന ചില അറിവുകളുടെ വാതായനങ്ങൾ മഹാനായ സയ്യിദുന ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ തുറന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോഴാ
ഇങ്ങനെയും അറിവിന്റെ ഒരു 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 രീതിയുണ്ട് എന്ന് അള്ളാഹു മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما جعلنا الرؤيا التي يريناك إلا فتنة للناس. നബിയേ, അങ്ങയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളെ മനുഷ്യന്റെ പരിമിതമായ അറിവിന്റെ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ഞാൻ കാണുന്നതോ ഞാൻ കേൾക്കുന്നതോ എനിക്ക് ബോധിക്കുന്നതോ അത് മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ചു വെക്കുന്ന യുക്തിവാദത്തിന്റെ ആളുകൾക്ക് നബിയേ, അങ്ങേക്ക് ഇസ്രാഉം മിഅ്റാജും നടന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർ കളിയാക്കുന്നത് കാണാൻ കഴിയും നബിയെ. അവർക്കിതൊരു പരീക്ഷണമാണ്, അവർക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല. അതൊക്കെ പോട്ടെ, നമ്മളൊരു 500 കൊല്ലം ബാക്കിലേക്ക്, 500 വേണ്ട, ഒരു 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം മുമ്പ് ഒരു ഖതീബ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിച്ചു നോക്കൂ. പുന്നാര ജനങ്ങളെ, ഒരു കാലഘട്ടം വരും കേട്ടോ, ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്ക് 4000 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ അവിടെ എത്താൻ കഴിയൂട്ടോ. ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അന്നത്തെ കാലം ഫ്ലൈറ്റുകൾ സുപരിചിതമായിട്ടില്ല. മനുഷ്യന് ആകാശത്ത് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന സാധ്യതകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമില്ലാതിരുന്നൊരു സമയത്ത് ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? അതൊരു ഫിത്നയാവൂലേ? ഈ മുസ്ലിയാരെന്താ യാതൊരു തലയും വാലുമില്ലാത്ത കാര്യമാണല്ലോ ഈ പറയണത്, കമ്മിറ്റിക്കാരെ പിരിച്ചുവിടൂലേ? എന്തേ? ജനങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള പക്വത ആയിട്ടില്ല. ഇനി കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇവിടുന്ന് ദുബൈയിലേക്ക് ഒരു 3-3.25 മണിക്കൂർ സമയം കൊണ്ട് ഫ്ലൈറ്റുകൾ എത്തിച്ചേരുന്നു, 2700 കിലോമീറ്റർ. ഇനിയൊരു സമയം കുറച്ചുകൂടെ അൾട്രാസോണിക് വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യാവുന്ന എയർപോർട്ടുകളൊക്കെ കേരളത്തിൽ വന്നാൽ ദുബൈയിലേക്കുള്ള സമയം ഒരു 40 മിനിറ്റായി ചുരുങ്ങും. മാതിരി ബടായിക്കാണോ പറയണത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇപ്പൊ തോന്നൂല. എന്തേ? ചില സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നതുകൊണ്ട്. ഇതൊരു 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ആ കാലഘട്ടത്തിലാണ് എന്റെ ഹബീബിനെ ഞാൻ ഇസ്റാ ചെയ്തു എന്ന് അല്ലാഹു തആല പച്ചയിൽ സുബ്ഹാന വെച്ച് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ സുബ്ഹാന പറഞ്ഞ് മിണ്ടാതിരുന്നോളൂ, ഈ സംഭവം ഞാൻ നടത്തിയതാണ്. ഇത് ഞാൻ എന്റെ ഹബീബിനെ കൊണ്ട് ഭൂമിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആകാശത്തേക്ക് എന്നെ കൊണ്ട് കഴിയുമെന്ന് ഈ ഭൂമിയിലെ യാത്രയെ ബോധിക്കുന്നവർക്ക് ആകാശത്തേക്കുള്ള യാത്രയെ പച്ചയിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മിഅ്റാജിനെ അള്ളാഹു തെളിച്ചു പറഞ്ഞില്ല. ഇസ്റാ തെളിച്ചു, അത് ഭൂമിയിൽ നടന്ന കാര്യമാണ്. ഇത് തിരിയുന്നോണല്ലേ അത് തിരിയേണ്ട കാര്യമുള്ളൂ. ഭൂമിയിൽ ഇത് സംഭവിക്കുമെന്ന് ബോധിക്കുന്നവർക്കല്ലേ ആകാശലോകത്തുള്ള ഹബീബിന്റെ യാത്രയെ പരിചയപ്പെടുത്തേണ്ടതുള്ളൂ. അതുകൊണ്ട് സൂറത്തുൻ നജ്മിൽ മാ കദബൽ ഫുആദു മാ റആ, എന്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയായിരുന്നു, എന്റെ ഹബീബ് അനുഭവിച്ചത് സത്യം തന്നെയായിരുന്നു. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് കുബ്റയായ ഒരു ദൃഷ്ടാന്തം. ലഖദ് റആ മിൻ ആയാതിഹി അൽ ആയത്തുൽ കുബ്റാ എന്നാണ് ആയത്തിന്റെ വ്യാഖ്യാനം. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം എന്റെ ഹബീബ് കണ്ടിട്ടുണ്ട്. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട കാഴ്ചയെ കുറിച്ചാണ് ഈ പറയണതെന്ന് അവിടെ ചില തഫ്സീറുകളൊക്കെ കാണാൻ കഴിയും. പക്ഷേ പ്രഗത്ഭരായ മുഫസ്സിരീങ്ങൾ പറയാം, ജിബ്രീൽ തങ്ങളെ മുത്തുനബി ദുന്യാവിൽ വെച്ച് കണ്ടിട്ടില്ലേ? വലിയ അത്ഭുതമാക്കി പറയാൻ മാത്രമുണ്ടോ? ഹബീബിനെ ദുന്യാവിൽ വെച്ച് ജിബ്രീൽ തങ്ങളെ മുത്തുനബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ടും, നബി തങ്ങൾ അങ്ങോട്ടും. എത്ര തവണയാണ് വഹി ഇറങ്ങുന്നത്? അപ്പൊ പിന്നെ ഏതാണ് ഈ കുബ്റയായ ആയത്ത്? ഐ റുഅയത്തുല്ലാഹ്, പടച്ചതമ്പുരാനെ കണ്ടതാണ്. ആ കാഴ്ചകളിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അല്ലാഹു റബ്ബിനെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ഈ ജീവിതത്തിന്റെ അർത്ഥം അതാണ്. നമ്മൾ ജീവിച്ച് മരിച്ച് നമ്മളൊക്കെ ഭൂമിന്റെ ഉള്ളിൽ പോകും. പിന്നെ ഈ വാസ്തുകൊണ്ടിലെ ഈ മൈതാനത്തിരിക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നിരിക്കും. നമ്മുടെ മുൻഗാമികൾ ഇവിടെ ഇരുന്നിരുന്നു. ഇവരൊക്കെ മണ്ണിനുള്ളിലാണ്.
നമ്മളും മണ്ണിന്റെ ഉള്ളിലേക്ക് പോകും. വേറെ കുറെ ആളുകൾ ആ പരീക്ഷ ഇരിക്കാൻ വേണ്ടി ഇവിടെ വരും. അവരുടെ പരീക്ഷയും കഴിഞ്ഞാൽ അതിനുശേഷം വേറൊരു കൂട്ടർ വരും. ഇവരെല്ലാം എക്സാം കഴിഞ്ഞു പോകുന്നത് പടച്ചതമ്പുരാന്റെ ലിഖാഇന് വേണ്ടിയുള്ള യാത്രയിലേക്കാണ്. ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് നേരെ പോവാണ്. ഈ യാത്രക്ക് വന്നതാണ് നമ്മളെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഇത് പടച്ചതമ്പുരാന്റെ ലോകമാണ്. നമ്മൾ കുരുത്തക്കേട് കളിക്കുമ്പോഴേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പടച്ചതമ്പുരാന്റെ മുമ്പിൽ ചെന്ന് കയ്യും കെട്ടി നിൽക്കേണ്ടവനാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഇത് പഠിപ്പിക്കാനാ പുണ്യനബി തങ്ങൾ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. പ്രഭാത വെളിച്ചത്തെ തന്നെയാണ് സത്യം നബിയേ. ഇരുൾ മൂടി വരുന്ന രാവിനെ തന്നെയാണ് സത്യം പ്രവാചകരെ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു നബിയേ അങ്ങയോട് പിണങ്ങിയിട്ടില്ല, അങ്ങയെ ഒഴിവാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടും ഇല്ല നബിയേ. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് 40-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ത്വായിഫിന്റെ മലമടക്കുകൾക്കപ്പുറത്ത് സഖീഫ് ഗോത്രക്കാരെ കാണാൻ അബ്ദു യാലീൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറയുന്ന ഗോത്രത്തലവന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മനാത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ത്വായിഫുകാരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ദഅവത്ത് ചെയ്യുന്ന പുണ്യനിബിതങ്ങളെ ത്വായിഫുകാർ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചപ്പോ പരിശുദ്ധമായ കാലിൽ നിന്ന് ചോര വന്നൊലിച്ചപ്പോൾ, കാൽ വിരലുകളിൽ ചോര വന്നപ്പോ, വിരല് നമ്മളെ നഖം മുറിക്കുമ്പോ ഒരൽപ്പമൊന്ന് കയറി കട്ട് ചെയ്താൽ നഖത്തിനേക്കാളും ഒരിപ്പുറത്തേക്ക് ഒരൽപ്പമൊന്ന് മുറിഞ്ഞു പോയാൽ ആ നഖത്തിൽ അനുഭവിക്കുന്ന വേദനയൊന്ന് ചിന്തിക്കണേ. ആ കാലിലാണ് ഹബീബിന് മുറിവേറ്റത്. ചോര ഒലിച്ചുകൊണ്ട് വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന ഇന്നത്തെ മീഖാത്ത് നിൽക്കുന്ന ആ ഭാഗത്ത് ഹബീബായ നബി തങ്ങൾ ആ പാറക്കല്ലുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടൊരു ദുആ ചെയ്തു. യാ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അശ്കൂ ഇലൈക ളഅഫി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് യാ റബ്ബൽ മുസ്തദ്അഫീൻ. പടച്ചവനെ, സാധുക്കളായ ദുർബലരായ ഒന്നിനും കഴിയാത്ത സാധുക്കൾക്ക് നിന്നോടല്ലാതെ ആരോടാണ് റബ്ബേ കാര്യം ബോധിപ്പിക്കാനുള്ളത്? വിഷമം അനുഭവിക്കുന്നവന്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ളത് റബ്ബേ നിന്റെ മുമ്പിലല്ലയോ? ഹാഷിമി കുടുംബത്തിൽപ്പെട്ട ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഏറ്റവും വലിയ ബുദ്ധിജീവിയായിരുന്ന ജനങ്ങൾ ആരും വിളിച്ചു പറയാതെ നോട്ടീസ് അടിക്കാതെ ജനങ്ങൾ തന്നെ അൽ അമീൻ എന്ന് നാമകരണം ചെയ്ത് ആദരിച്ചിട്ടുള്ള പുണ്യ റസൂലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസ പ്രഖ്യാപനവുമായി ഇറങ്ങിയപ്പോഴേ ഹബീബിനെ കല്ലെടുത്ത് ഓടിച്ചു കളഞ്ഞത്. ആ കാലുകളിൽ നിന്ന് ചോര വന്നത് അദ്ദാസ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു നീനവക്കാരനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരനായ ഒരു മനുഷ്യനല്ലാതെ ത്വായിഫുകാരിൽ ആരും ഹബീബിനെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാ ഹബീബ് പറയുന്നത്, അല്ലാഹ് പടച്ചവനെ, ഖർനു സആലിബിൽ വന്നുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവേ, എന്റെ ദൗർബല്യം നിന്നെ ബോധിപ്പിക്കുകയാണല്ലാഹ്. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ബത്തി വഹുസ്നി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. ഞാൻ ആളുകളുടെ മുമ്പിൽ വിലയില്ലാത്തവനായി പോയല്ലോ റബ്ബേ. 52 വയസ്സ് തികഞ്ഞിരിക്കുന്ന നബി തങ്ങൾ 53-ാം വയസ്സിലേക്ക് പോകുന്ന റസൂലാണ് ഈ പറയുന്നത്. 53 വയസ്സ് പ്രവാചകത്വം ലഭിച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്.
ആ സമയത്താണ് ഹബീബിന് ഈ കല്ലേറുകൾ ഉണ്ടാകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, റബ്ബേ ഇലാ മൻ തകിലുനി, എന്റെ ദൗർബല്യം, എന്റെ നിസ്സഹായാവസ്ഥ എന്നെ ആളുകൾ വില വെക്കുന്നില്ലല്ലോ റബ്ബേ, ഈ സങ്കടം നിന്നെയല്ലാതെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, ഇലാ മൻ തകിലുനി, എന്നെ ആരെയാണ് റബ്ബേ, ആരിലേക്കാണ് റബ്ബേ എന്റെ വിഷയം നീ ഏൽപ്പിക്കുന്നത്? ആരെയാ റബ്ബേ നീ ഏൽപ്പിക്കുന്നത്? ഇലാ ജബ്ബാരിൻ യതജഹമുനി അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്റെ കാര്യം എന്റെ ശത്രുവിനെയാണോ റബ്ബേ നീ ഏൽപ്പിക്കുന്നത്? വലിയൊരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനന്റെ ഉത്തരമാണ് ഇസ്രാഉം മിഅ്റാജും. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു റബ്ബിനോട്, റബ്ബേ എന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ റബ്ബേ, എന്റെ ശത്രുവിനെയാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത് റബ്ബേ? എന്നോടൊരു ദയാവായ്പും കാരുണ്യവും കാണിക്കാത്ത ഭീകരരായ ആളുകളെയാണോ റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, പടച്ചവനെ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ റബ്ബേ, ഈ വേദനയൊന്നും ഈ നിസ്സഹായാവസ്ഥയും ആളുകൾ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നതും എന്നെ ആട്ടിയോടിച്ചതും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ചെയ്യല്ല റബ്ബേ. നമ്മൾ മനസ്സിലാക്കണം, ഒരസുഖം വരുമ്പോ അള്ളാഹ് ദേഷ്യപ്പെട്ടത് കൊണ്ട് ആൾക്ക് ക്യാൻസർ വന്നത്, അങ്ങനൊന്നും പറയല്ലേ. അതൊന്നും അല്ല ഇതിന്റെ ഉത്തരം. ഒരപകടം വരുമ്പോ അത് മുമ്പേ നടക്കേണ്ടതായിരുന്നു, ഇതൊന്നും പറയാൻ നമ്മൾ ആരും അല്ലട്ടോ. അമ്പിയാ ഇന്ന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ കഴിയൂ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അള്ളാഹു കഫാറത്തായി നാളെ ഖബറിലോ നാളെ മഹ്ശറിലോ അദാബ് കിട്ടാതിരിക്കാൻ ദുനിയാവെന്ന് അള്ളാഹു ശിക്ഷ കൊടുക്കും. എന്തുകൊണ്ട്? ഉമ്മത്തി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, എന്റെ ഉമ്മത്തികൾ റഹ്മത്ത് ചെയ്യപ്പെട്ട ഉമ്മത്തികളാ. അവര് ചെയ്ത തെറ്റിന് ദുനിയാവിലൊരു പരീക്ഷണം അവർക്ക് വന്നാൽ നാളെ ആ തെറ്റിന് അല്ലാഹു അവിടെ ശിക്ഷിക്കൂല. നോക്കണം, നമ്മളെന്താ പറയാ, അങ്ങനെ കിട്ടേണ്ടത് തന്നെ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ആർക്ക് രോഗം വരുന്നത് ശത്രുവിനാണെങ്കിൽ പോലും ഒരുപക്ഷെ അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും നമ്മൾ വലിയ അഹങ്കാരം കൊണ്ട് വലിയ ആളാന്ന് വിചാരിച്ച് നടന്നതിന്റെ പേരിൽ നമ്മളോട് അല്ലാഹു കോപിച്ചിരിക്കുകയുമാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും, അവര് രക്ഷപ്പെടുന്നതാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്കും സംഭവിച്ച മുസീബത്ത് നീ കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ഇമ്മാ അൻ യുആഫിയഹു അല്ലാഹ് വയബ്തലീക്. ഒരാൾ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക, മദ്യപിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെമ്മാടിത്തരത്തിൽ ചെന്നുപോയി പെട്ടു, ഒരു റോങ് ഗ്യാങ്ങിന്റെ ഉള്ളിൽ പെട്ടു, അവൻ അങ്ങ് നശിച്ചു എന്ന് വിചാരിക്കുക. ലാ തുദ്ഹിരി ശമാത, അത് കണ്ടുകൊണ്ട് നീ സന്തോഷിക്കരുത്. അയൽപക്കക്കാരനായ വീട്ടിലെ കുട്ടി ലഹരിക്കടിമയായി അവന്റെ വീട്ടുകാര് മുഴുവനും അവനെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാണുമ്പോ, കണ്ടില്ലേ എന്റെ മക്കൾ എന്താ, അവന്റെ മക്കളുടെ അവസ്ഥ നോക്ക് എന്ന് നീ പറയല്ലേ. പുണ്യനബി തങ്ങൾ പറയാ, ഇമ്മാ അൻ യുആഫിയഹുല്ലാഹ്, ആ കുട്ടിക്ക് അല്ലാഹു ശിഫ കൊടുക്കും, ആ വീട്ടുകാർക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കും. ആ വീട്ടുകാരനെ കുട്ടിക്കുണ്ടായ ഏതു പ്രയാസം കണ്ടുകൊണ്ടാണോ നീ സന്തോഷിച്ചിരുന്നത്, ആ പ്രയാസം നിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അറിവുകളിൽ നമ്മൾ അറിയേണ്ട വലിയൊരു അറിവാണ്. നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ ആരുടെ പരാജയം കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ആ മനുഷ്യൻ വിജയിച്ചു മുന്നേറുകയും ഈ സന്തോഷിച്ച് കൈയടിച്ച നിങ്ങൾക്ക് ആ പരീക്ഷണം അല്ലാഹു തിരിച്ചു തന്നുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ പറയേണ്ടത് എന്താ? അല്ലാഹുവേ, നീ നിന്റെ ദേഷ്യം കൊണ്ട് എനിക്ക് അസുഖം തന്നതാവരുത് റബ്ബേ. പരീക്ഷണമായിക്കോട്ടെ. അമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടില്ലയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ?
മുസ്തഫായ നബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടിൽ അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ച നബി നമ്മുടെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂലിനോളം പ്രയാസം അനുഭവിച്ച ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ഫൽ അംസലു ഫൽ അംസൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു കാറ്റഗറിയോട് ചേർന്ന് വരുന്ന ആളുകൾ അതിന്റെ തൊട്ടുതാഴെ. അങ്ങനെ പിറകോട്ട് ഏറ്റവും മുമ്പിൽ പ്രയാസം കൂടുതൽ അനുഭവിച്ചതാരാ? നമ്മുടെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാൻ പറ്റുമോ ആ പ്രയാസം അനുഭവിച്ചത് കുരുത്തക്കേടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുവേ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലെങ്കിൽ എന്റെ കാല് ചോര വന്നൊലിക്കുന്ന ഈ വ്രണങ്ങളും മുറിവും ഈ പ്രയാസവും നിസ്സഹായാവസ്ഥയും എന്നെ ആളുകൾ ആട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നീ എന്നോട് ദേഷ്യപ്പെടരുത്. അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ്ദുനിയാ വൽ ആഖിറ. പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം, ആ പ്രകാശം കൊണ്ടല്ലയോ പ്രപഞ്ചം മുഴുവനും പ്രഭ പൂണ്ടത്. അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തിന്റെയും ആഖിറത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നത് റബ്ബേ നിന്റെ പ്രകാശത്തിന്റെ ബർക്കത്ത് കൊണ്ടാണല്ലോ റബ്ബേ. ആ നൂറിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അൻയഹുല്ലബീ ഗളബുക്. നിന്റെ ദേഷ്യം എന്നിലേക്ക് ഇറക്കരുത് അല്ലാഹ്, നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. ഖർനുസ്സആലിബിലെ പാറക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് ഹബീബ് ചെയ്ത ദീർഘമായ ദുആയാണത്. എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്കുണ്ട്, ലക്കൽ ഉസ്ബാ ഹത്താ തർദാ. പടച്ചവനെ എന്തൊക്കെയാണെങ്കിലും എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും പടച്ചവനെ നിനക്കാണല്ലാ. ഹത്താ തർദാ, നിനക്ക് മതി വരുന്നത് വരേക്കും. അസുഖത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പറയാറുണ്ടോ? ഒരു ചെറിയ കടബാധ്യത വരുമ്പോൾ നമ്മൾ പറയാറുണ്ടോ, റബ്ബേ എന്നാലും നിനക്ക് സ്തുതി അല്ലാ, ഞാൻ ഇത്രയല്ലേ കുടുങ്ങിയിട്ടുള്ളൂ, ഇതിലേറെ കുടുങ്ങിയ ആളുകൾ എത്രയുണ്ട് പടച്ചവനെ, നമ്മൾ പറയാറുണ്ടോ? ലക്കൽ ഉസ്ബാ ഹത്താ തർളാ. പടച്ചവനെ ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനെ പുകഴ്ത്താൻ കഴിയുന്ന വാക്കുകൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും എപ്പോഴും നിനക്കാണല്ലാ സ്തുതി. ലക്കൽ ഉസ്ബാ ഹത്താ തർളാ, നിനക്ക് മതി വരുവോളം നിനക്കാണ് റബ്ബേ സ്തുതി. ഒരു പ്രയാസത്തിലാണ് നബി തങ്ങൾ ഇത് പറയുന്നത്. ആ പ്രയാസത്തിൽ നിന്ന് ഹബീബാ നബി തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു. മുത്തുനബി തങ്ങൾക്ക് 6 മാസം വഹി വരാതിരുന്നപ്പോ ഒരു പെണ്ണ് വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചു, അവിശ്വാസിനിയായൊരു പെണ്ണ്, അഹജറക ശൈത്വാനുക ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആയത്തുകൾ ഇറങ്ങിയപ്പോ, സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം പുണ്യനബി തങ്ങൾക്ക് 6 മാസം വഹി വരാതിരുന്നപ്പോൾ ഹബീബിന് വിഷമമുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു മുശ്രിക്കത്തായ പെണ്ണ് വന്ന് നബിയോട് ചോദിച്ചു, അഹജറക ശൈത്വാനുക, അങ്ങയുടെ പിശാച് അങ്ങയുടെ അരികത്ത് വരാതെയായോ എന്നൊരു പെണ്ണ് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് വല്ലുഹാ എന്ന സൂറത്ത് ഇറങ്ങുന്നത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, എല്ലാം മൂടിക്കളയുന്ന ഒരു ഇരുട്ടിന്റെ ശേഷം ഒരു പ്രഭ വരുന്നത് പോലെ പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം വരുന്നുണ്ട് നബിയേ എന്ന് അല്ലാഹു വിളിച്ചറിയിക്കുകയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു ഹബീബേ അങ്ങയെ കൈവടിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയെ മാറ്റി നിർത്തിയതും അല്ല നബിയേ. വമാ ഖലാ, അങ്ങയോട് പിണങ്ങിയതുമല്ല നബിയേ. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു എന്നോട് ഭൂമിയിലേക്ക് അവതരിക്കാൻ പറയുന്ന റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മാത്രമേ നബിയേ എനിക്ക് അങ്ങയുടെ അരികത്തേക്ക് വരാൻ കഴിയൂ.
വഹി അല്ലാഹു പിടിച്ചു വെച്ചു. എനിക്ക് അല്ലാഹുവിന്റെ നിയമത്തെ മറികടന്ന് വരാൻ സാധ്യമല്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് മറുപടിയും പറയുന്നുണ്ട്. ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضاه. ഹബീബായ നബിയേ, ത്വായിഫുകാരങ്ങയെ കല്ലെടുത്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ, ത്വായിഫുകാരങ്ങയെ അപമാനിച്ചു കൂക്കി വിളിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, ഹബീബേ അങ്ങയുടെ അരികത്തേക്ക് പോന്നോളൂ നബിയേ, ഞാൻ അങ്ങയെ സ്വീകരിക്കാം. ആകാശലോകങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയാണ്. മനുഷ്യരിൽ ചില ആളുകൾക്ക് അങ്ങയെ കണ്ടുകൂടാ എങ്കിൽ എന്റെ ആലമുൽ മലക്കൂത്ത് അങ്ങയെ കാണാൻ കൊതിക്കുകയാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ മനുഷ്യരുടെയും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിന്റെയും അഖദാറുകളെ, ഖദർ ഖലാവുകളെ രേഖപ്പെടുത്തി വെക്കുന്ന കലമിന്റെ ശബ്ദം കേൾക്കുന്ന ഒരിടത്തിലേക്ക് അല്ലാഹു എന്നെ ഉയർത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റുൻ നൂറിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രകാശത്തിന്റെ സമുദ്രം എന്നാണ് അതിന്റെ പേര്. 7 ആകാശങ്ങൾ കടന്നു പോകണമെങ്കിൽ പ്രകാശവേഗതയെക്കാളും കോടാനുകോടി വെലോസിറ്റിയുള്ള ഒരു വേഗതയെ ഹബീബാനബി തങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കി കൊടുക്കണം. അപ്പോഴേ ഈ ദൃശ്യപ്രപഞ്ചം മറികടക്കാൻ കഴിയും. 1-ാം ആകാശം കടക്കണമെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ പോലും ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നാണ് മനുഷ്യന്. അതുകൊണ്ടാണ് വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. എന്റെ ഹബീബിന്റെ കഴിവ്, എന്റെ ഹബീബിനെ പറഞ്ഞേച്ച അള്ളാഹുവിന്റെ കഴിവിലേക്ക് ചേർത്തി വെച്ചു കൊണ്ടുപോകണം. ആ രീതിയിൽ വേണം ഈ മുഅ്ജിസത്തിനെ മനസ്സിലാക്കാൻ. എന്നറിയാത്തവർ, അവർക്ക് ഈ യാത്ര ഒരു പരീക്ഷണമാണ്. അവർക്കത് ഉൾക്കൊള്ളുക സാധ്യമല്ല, വിശ്വസിക്കുകയും സാധ്യമല്ല. എന്നാൽ ഈമാനുള്ള ആളുകൾ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു എന്ന്. അൽ ഖദീറാണ് അല്ലാഹു, അൽ ഖാദിറാണ് അല്ലാഹു, അൽ മുഖ്തദിറാണ് അല്ലാഹു, അൽ ഖവിയാണ് അല്ലാഹു, അൽ അസീസാണ് അല്ലാഹു എന്ന് മനസ്സിലാകുന്ന അസ്മാഉൽ ഹുസ്ന ബോധ്യപ്പെട്ടവർക്ക് മിഅ്റാജ് മനസ്സിലാക്കുക എളുപ്പമാണ്. അള്ളാഹുവിന്റെ അസ്മാഉകൾ മനസ്സിലാകാത്തവർക്ക്, റബ്ബിന്റെ സിഫാത്തുകൾ മനസ്സിലാകാത്തവർക്ക് മിഅ്റാജ് മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഹബീബിന്റെ കൂടെ ദീനിലേക്ക് കടന്നു വന്ന 12ഓളം സുഹാബിമാരായിരുന്ന ആളുകൾ, 12ഓളം മുഅ്മിനീങ്ങളായിരുന്ന ആളുകൾ ഇസ്രാ മിഅ്റാജ് സംഭവം കേട്ടതിന് ശേഷം ഈമാൻ ഉറക്കാത്തതിന്റെ പേരിൽ മുർത്തദ്ദായി പോയിട്ടുണ്ടെന്നാണ് ചരിത്രം. എന്തുകൊണ്ട്? ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതൊരു പരീക്ഷണമാണ്. മനുഷ്യന്റെ തലച്ചോറിൽ കിടക്കുന്ന ബുദ്ധിക്ക്, മനുഷ്യന്റെ ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്താശേഷികൾക്ക് പരിമിതിയുണ്ട്, അതിനൊക്കെ ബോർഡറുകളുണ്ട്, അതിന് ചില ലിമിറ്റുകളുണ്ട് എന്ന് ബോധ്യപ്പെടാത്തവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ സുയസ് ഉൾക്കടലിന്റെ അരികത്ത് വന്നുകൊണ്ട് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം 12,000-ഓളം വരുന്ന അനുയായികളുമായി കടൽ മുറിച്ചു കടക്കാൻ വന്നതല്ല. അവര് ഒരൽപ്പം കൂടെ 4-5 കിലോമീറ്റർ ഇടത്തുകൂടെ സഞ്ചരിച്ചാൽ കരമാർഗം ഇന്ന് സൂയസ് കനാൽ നിൽക്കുന്ന ഭാഗത്തുകൂടെ കരയിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയും. പക്ഷേ രാത്രിയിൽ വഴിയറിയാതെ കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ മൂസാ നബിയേ ഇദ്രിബ് ബിഅസ്വാകൽ ബഹർ, അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു അശവുണ്ട്, ആ ഒരു വടി കൊണ്ട് കടലിലടിച്ചോളൂ മൂസാ നബിയെ എന്ന് പറഞ്ഞപ്പോ സമുദ്രം 2 പാതിയായി മാമലകളെ പോലെ വെള്ളം മാറി നിന്നു എന്ന് പറയുന്ന ബൈബിളും ഓൾഡ് ടെസ്റ്റമെന്റിലും കാണപ്പെടാൻ കഴിയുന്ന എക്സോഡസിന്റെ ചരിത്രം പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ബനു ഇസ്രായേലുകളുടെയും പലായനം നടന്ന കഥ. ആ മുഅ്ജിസത്ത് മനസ്സിലാകുന്ന മുഅ്മിനീങ്ങൾക്ക് മിഅ്റാജ് മനസ്സിലാക്കാൻ കഴിയും. وسخرنا له الريح. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം, ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട മകൻ സുലൈമാൻ അലൈഹിസ്സലാം ഒരേ സമയം രാജാവും അതോടൊപ്പം പ്രവാചകനുമായിരുന്ന മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. ഗുദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ.
രാവിലെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള യാത്രക്കാണ് ഖുദുവ് എന്ന് പറയാം. കാറ്റ് നാം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വസഖർനാ ലഹു റീഹ്, വിമാനങ്ങൾ കണ്ടെത്തുന്നതിന്റെ മുമ്പ്. ഖുർആൻ വലിയ അത്ഭുതമല്ല മുഅ്മിനെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആകാശത്തുകൂടെ വായുവിലൂടെ മനുഷ്യൻ യാത്ര ചെയ്തു എന്ന് ഖുർആൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ? വസഖർനാ ലഹു റീഹ്. ഇന്ന് മനുഷ്യന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു പേടകം വേണം, ഫ്ലൈറ്റ് വേണം, ഒരു എയർക്രാഫ്റ്റ് വേണം, ഒരു സ്പേസ് ഷട്ടിൽ വേണം. ഇങ്ങനത്തെ ഒരു ടാഞ്ചിബിൾ ഒരു മാറ്ററും ഇല്ലാതെ, ഒരു മാസ് ഇല്ലാതെ സുലൈമാൻ നബി യാത്ര ചെയ്യിച്ചതിനെയാണ് സുലൈമാൻ നബിയുടെ മുഅ്ജിസത്ത് എന്ന് മനസ്സിലാക്കുന്നത്. അത് മുഅ്ജിസത്താണ്. അല്ലെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ you need something to sit on, അല്ലേ? ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. കാറ്റിലൂടെ മുസ്ലിമീൻ, ഫലസ്തീനിൽ കിടക്കുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങ് തെക്ക് കിഴക്കേ അറ്റത്ത് കിടക്കുന്ന യമനിലെ സബ എന്ന് പറയുന്ന നാട്, ഷിബ എന്ന് പറയുന്ന നാട്, അതാണ് സബ. സബയിലെ രാജ്ഞിയാണ് ബിൽഖീസ്. ആ ബിൽഖീസും പരിവാരങ്ങളും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ മുഅ്മിനീങ്ങളായി കടന്നു വന്ന് ഫലസ്തീനിലെത്തിയിട്ടുണ്ട്, ജെറൂസലേമിലെത്തിയിട്ടുണ്ട്. അവർ കൊട്ടാരമുറ്റത്തേക്ക് എത്താറായിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകളെ വേണ്ടു, ആഴ്ചകളും മണിക്കൂറല്ല, മിനിറ്റുകളെ കൊണ്ട് അവർ കൊട്ടാരത്തിലേക്ക് എത്തും. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇത് വിശുദ്ധ ഖുർആനാണ്, അയ്യുകും യഅതീനി ബിഅർശിഹാ, ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരിക? ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, അവർ ഇസ്ലാം സ്വീകരിച്ച് എന്റെ മുമ്പിലേക്ക് വന്നെത്താറായിട്ടുണ്ട്. അവരിങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് യമനിൽ കിടക്കുന്ന സിംഹാസനം അത് മിനിമം 3000 കിലോമീറ്റർ അകലെയാണ്. 3000 കിലോമീറ്റർ വേണം ഫലസ്തീനിൽ ഷീബയിലേക്ക് എത്താൻ. മിനിമം 3000 കിലോമീറ്റേഴ്സ്. ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ അതൊരു ഏകദേശം 3.5 മണിക്കൂറോളം സമയമെടുക്കും. 4 മണിക്കൂറിനടുത്ത് സമയമെടുക്കും. ആ ദൂരം ആരാ എനിക്ക് പെട്ടെന്ന് കൊണ്ടുവരാം? അപ്പൊ ജിന്നുകളിൽപ്പെട്ട വലിയൊരു ജിന്ന് പറഞ്ഞു, എന്ത്, 1 മണിക്കൂർ സമയം നിന്നാ ഞാൻ കൊണ്ടുവരാം. ആ ജിന്നിന്റെ കഴിവെന്തായിരിക്കും? 1 മണിക്കൂർ സമയം നിന്നാ ഞാൻ അത് കൊണ്ടുവരാം. പക്ഷെ 1 മണിക്കൂർ സമയം വേണം. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك. അങ്ങ് ഖലാഇന് വേണ്ടി ഇരിക്കുന്ന 1 മണിക്കൂർ സമയം, അത് എണീറ്റിരിക്കുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. 1 മണിക്കൂർ സുലൈമാൻ നബി പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഇപ്പൊ കൊണ്ടുവരണം. ഇതൊരു ഹദീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലർ ഇതിനെ ലൈഫാക്കും, അല്ലെങ്കിൽ മൗദൂ ആക്കി വരെ വിടും. ഇത് ഖുർആനാണ്. ആലോചിച്ച് നോക്കൂ, അള്ളാന്റെ കലാമിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെങ്കിലൊക്കെ ഇത് ബുദ്ധിക്ക് നിരക്കണില്ലല്ലോ, അതുകൊണ്ട് ശരിയാവില്ല, ചിലപ്പോൾ ഏതെങ്കിലും റാവിന്റെ ഇടയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുൻഖത്തിയായിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, മുർസലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിനങ്ങനെ സൈഡാക്കും. എന്തേ ബുദ്ധിക്ക് നിരക്കണില്ല? എന്താ ഈ പറയണത്? ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ടെലിപ്പോർട്ടേഷൻ എന്നതിന് പറയാം. ടെലിപ്പോർട്ടേഷൻ ഇപ്പൊ നമ്മൾ ടെലിഫോൺ ചെയ്യും, ഇനി ടെലിപ്പോർട്ട് നടക്കും ലോകത്ത്. സാധനങ്ങളെ കൊണ്ടുവരാ, പെട്ടെന്ന് സാധനങ്ങൾ, കൊറിയറുകാരനോ ബൈക്കുകാരനോ ഡെലിവറി ബോയ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സാധനങ്ങളെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ലോകത്ത് വരാം. ഒരു വലിയനുണ്ടായ ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്നൊരു വലിയ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് ജിന്നിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞത് സെക്കൻഡുകളെന്നല്ല, മൈക്രോ സെക്കൻഡ്സ്. മഹാൻ പറഞ്ഞെന്താണെന്നറിയോ? വിത്തിൻ ദ ബ്ലിങ്ക് ഓഫ് യുവർ ഐ, നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. ഒന്ന് കണ്ണ് ചിമ്മിക്ക് എത്ര സമയം? 1 സെക്കൻഡിനേക്കാളും താഴെയാണ്, അല്ലേ? കണ്ണ് ചിമ്മി തുറക്കും.
കണ്ണ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് മിഅ്റാജ് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇത് ഖുർആനല്ലേ? ഇതൊക്കെ ഹബീബിന്റെ മഖാമുകളെ മനസ്സിലാക്കാൻ അള്ളാഹു ചെയ്തു തരുന്ന ചില അടിസ്ഥാന തംഹീദുകളാണ്. ഇതൊക്കെ ചില അസ്ഥിവാരം ഇട്ടുതരാണ്. ഇനി വരാൻ പോകുന്ന അന്ത്യപ്രവാചകന്റെ ജീവിതം നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് മനസ്സിലാക്കണം. കണ്ണ് തുറന്നപ്പോഴേക്കും ഒരു സെക്കൻഡ് എടുത്തിട്ടില്ല. ശീബാരാജ്ഞിയുടെ സിംഹാസനം മഹാനായ സയ്യിദുന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അതാ കിടക്കുന്നു. ഒരാൾക്ക് ഇങ്ങോട്ട് നീക്കിയിടേണ്ടി വരികയും എങ്ങനെ അത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ വന്നു? കൊട്ടാരത്തിന്റെ ഗേറ്റിനുള്ളിൽ കൂടെ വരണ്ടേ? ചുമര് പൊളിച്ചിട്ടുണ്ടോ? ജനല് പൊളിച്ചെടുത്തിട്ടുണ്ടോ? ഈ കൊട്ടാരം, ഈ ഒരു സിംഹാസനം, കൊട്ടാരല്ല സിംഹാസനം, മഹദി ഇരുന്നിരുന്ന ആ ഒരു ചെയർ കണ്ണിമ വെട്ടിയപ്പോഴേക്കും ഇവിടെയുള്ള ഒരു സാധനം ഇങ്ങോട്ട് നീക്കി വെക്കണമെങ്കിൽ ഒരു 4-5 സെക്കൻഡെങ്കിലും എടുക്കൂലേ? 4-5 സെക്കൻഡ് എടുക്കൂലേ? ഇവിടെയുള്ള സാധനം ഒന്നിങ്ങോട്ട് മാറ്റണമെങ്കിൽ അല്ലേ? ഈ ഒരു ബോട്ടിൽ ഇവിടെ നീക്കണമെങ്കിൽ ഒരു 2 സെക്കൻഡ് എടുക്കൂലേ മിനിമം? കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. ജിന്നുകൾ പറഞ്ഞു ഞങ്ങൾ അതൊന്നും കഴിയില്ല, ഞങ്ങൾക്കൊരു മണിക്കൂർ സമയം വേണം. ജിന്നുകളുടെ നേതാവ് പറഞ്ഞതാ. അതിൽ വലിയ പോട്ടർമാരൊക്കെ ഉണ്ടാവുകയെ, അതിൽ ഏറ്റവും മസിലുള്ള ജിന്ന് പറഞ്ഞ വാക്കതാ, 1 മണിക്കൂർ നേരം എനിക്ക് വേണം, ഞാൻ തരാം. 3000 കിലോമീറ്റർ അല്ലേ, അതൊക്കെ നമ്മൾ കൊണ്ടുവരാം, 1 മണിക്കൂർ സമയം തരണം. പറ്റില്ല. فلما رآه مستقرا عنده قال هذا من فضل ربي. ആ സിംഹാസനം കൺമുമ്പിൽ കാണുമ്പോ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിന് നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നതാണ്. നമ്മൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കൂലേ വീടിന്റെ മുമ്പിലൊക്കെ? ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അതിനിപ്പുറത്ത് എന്താണുള്ളതെന്നറിയോ? എന്നെ പരീക്ഷിക്കാനുള്ളതെന്ന ഔദാര്യമാണ്. ഞാൻ നന്ദി ചെയ്യുന്ന അടിമയാണോ അല്ല നന്ദികേട് ചെയ്യുന്ന അടിമയാണോ? വീടിന്റെ ഉള്ളിൽ വെക്കുമ്പോഴേ ഞാൻ ഈ വീടിനോട് നന്ദി ചെയ്യുന്നുണ്ടോ പടച്ചോനെ, അള്ളാഹുവിനോട് നന്ദികേട് ചെയ്യുന്നുണ്ടോ, എന്റെ മക്കൾ ഈ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടോ, നിസ്കരിക്കുന്നില്ലേ, ഒരു പൊര കൊടുത്തിട്ടേ ഇവർക്ക് സുബഹിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലേ, പറ്റുന്നുണ്ടോ, ഇത് നോക്കാൻ എനിക്ക് അള്ളാഹു തന്ന പരീക്ഷണമാണിത്. ഇതെന്റെ അവന്റെ ഔദാര്യമാണ്, പക്ഷെ ഇതെന്നെ പരീക്ഷിക്കുകയാണ്. അതിന്റെ ഇപ്പുറത്തുള്ള ആയത്തിന്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതെന്റെ ഔദാര്യം മാത്രം എന്ന് പറഞ്ഞ് എണീറ്റ് പോകണ്ട. ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി ചെയ്യണോ നന്ദി ചെയ്യുകയാണോ, ഇതറിയാൻ അള്ളാഹു എനിക്ക് തന്ന ഔദാര്യമാണിത്. ഔദാര്യം മാത്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ മറന്നു പോകണ്ടേ. അത് വലിയ ഗൗരവമുള്ളൊരു വാക്കാണത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. സുലൈമാൻ നബി പറഞ്ഞ വാക്കാണത്. സിംഹാസനം കൊട്ടാരത്തിനുള്ളിലെത്തിയപ്പോ ഇതെന്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്ന്. യാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ വീടുകളിൽ ബർക്കത്ത് തരട്ടെ, നമ്മുടെ മക്കളിൽ അള്ളാഹു നന്മയെ തരട്ടെ, അവരൊക്കെ സ്വാലിഹീങ്ങളായി ജീവിച്ചു കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പുണ്യനബിയെ അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോ അംബിയാഇന് ഇതിന്റെ ചില മിനിയേച്ചറുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. حتى لبحر النور جبريل وقف في شته غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوما صلوا عليه وسلموا تسليما
പ്രകാശത്തിന്റെ മഹാസമുദ്രം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല നബിയേ. 7 ആകാശങ്ങൾ, ഒരാകാശം അടുത്ത ആകാശത്തേക്ക് ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിന്റെ ആ തലത്തിലേക്കുള്ള ദൂരമുണ്ടെന്നാണ്. അപ്പൊ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ അതിരെവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന അത്ഭുതം. പക്ഷെ അതിരില്ലേ, ഉണ്ടാവണല്ലോ. ഈ ദുന്യാവെന്ന് പറയുന്നത് ഇൻഫിനിറ്റ് അല്ല, അനന്തമായത് അങ്ങനെ ഉണ്ടാവൂല. ഇത് മഖ്ലൂഖാണ്. മഖ്ലൂഖായത് ലാ മഹ്ദൂദാവൂല, അത് മഹ്ദൂദാണ്. ഇത് ഫൈനൈറ്റ് ആണ്. പക്ഷെ ഇൻഫിനിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അറ്റമില്ല എന്ന് തോന്നും. അറ്റല്ലാന്നോ? അറ്റുണ്ടല്ലോ. അപ്പൊ നമ്പറുകൾക്കൊക്കെ ഒരു അറ്റുണ്ടാവൂലേ? നമ്മൾ അറ്റല്ല. നമ്മൾ 100,000, പിന്നെ മില്യൺ, ബില്യൺ, ട്രില്യൺ, ഇങ്ങനെ ഒരുപാട് ജില്യൺ, ഒരുപാട് കണക്കുകൾ പറയും. പക്ഷേ ഒരു ഫൈനൽ നമ്പർ ഉണ്ടാകണം. ആ നമ്പർ നമുക്ക് പറയില്ലെന്നേ ഉള്ളൂ. അനന്തത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വലിയൊരു അത്ഭുതമാണ്. പക്ഷെ ഇതിന് അന്ത്യമുണ്ട്. ഇതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി എവിടെയാണോ അതിനെയാണ് അസ്സമാഉദ് ദുനിയ, ഒന്നാം ആകാശം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് കണ്ടെത്താനായിട്ടില്ല. ഒന്നാം ആകാശം പോയിട്ട് മിൽക്കി വേ തന്നെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ മനുഷ്യരെ കൊണ്ടാവില്ല. ഒരു നാസക്കും കഴിയില്ല, ഒരു സയന്റിസ്റ്റിനും കഴിയില്ല. നമ്മൾ എത്രയോ അടുത്തായി കളിക്കുന്നത്, എത്രയോ അടുത്താണ്. ഇതിന്റെ എത്ര ദൂരങ്ങളിലാണ്. ദശലക്ഷക്കണക്കിന് ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അകലെ കിടക്കുന്ന താരസമൂഹങ്ങളുണ്ട് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ. ഒന്നും മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി വരാൻ അവിടെ എത്താൻ കഴിയില്ല. കോടിക്കണക്കിന് കൊല്ലങ്ങൾ എടുക്കും അങ്ങോട്ട് എത്തണമെങ്കിൽ. പോകുന്ന സ്പീഡ് 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ. 3 ലക്ഷം കിലോമീറ്റർ നടക്കൂല. എന്റെ ഹബീബ് അതൊക്കെ യാത്ര ചെയ്തു എന്ന് അല്ലാഹു ജല്ല ജലാലു. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറയുന്നത്, മനുഷ്യരാശി ഇന്ന് ഏറ്റവും വലിയ മേന്മ കൊള്ളുന്നത് നമ്മൾ ചൊവ്വയിൽ പോയി, നമ്മൾ ചന്ദ്രനിൽ പോയി, ഇനി ഇതാ നമ്മൾ ജൂപ്പിറ്ററിൽ പോകും, മാർസിൽ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ പോകാനിരിക്കുന്നു, ഇനിയും പോവുകയാണ്, അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനുകൾ, സ്പേസ് ഹോട്ടലുകൾ തുറക്കാൻ പോവാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും പുണ്യനബി തങ്ങൾ യാത്ര ചെയ്ത മിഅ്റാജിന്റെ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ ഒരംശത്തിന്റെ അരികത്ത് പോലും എത്താൻ മനുഷ്യന്റെ ഈ ജീവിതം, ഇനി വരാനുള്ള 10,000-കണക്കിന് കൊല്ലങ്ങളെടുത്താലും മനുഷ്യനെ കൊണ്ട് കഴിയൂല. ആ യാത്രയെക്കുറിച്ചാ പുണ്യനബി തങ്ങൾ ഈ പറഞ്ഞു തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന് എല്ലാം കഴിയും എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് അല്ലാഹു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ യാത്രയിൽ ഡിസ്റ്റൻസുകളെ അല്ലാഹു ചുരുക്കി കൊടുത്തു. 3000 കിലോമീറ്റർ വെറും കാറ്റിലിരുന്നു കൊണ്ട് മഹാനവറുകൾ സഞ്ചരിക്കുമായിരുന്നു. പോരാ, അവരുടെ പാത്രങ്ങളും ചെമ്പുകളും കലങ്ങളും ജിന്നുകളും ശൈത്താനുകളും ഇൻസുകളും അടങ്ങുന്ന പരിവാരങ്ങൾ മഹാനായ യൂസുഫ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ കാറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണത്. സൂറത്തുൻ നംലിന്റെ അത്ഭുതങ്ങൾ വേറെ കിടക്കുകയാണ്. എന്റെ ഹബീബ് യാത്ര ചെയ്തു. അബൂജഹല് കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, മസ്ജിദുൽ അഖ്സയിൽ പോയോ? അതെ പോയി. എത്ര വാതിലുണ്ട്, എത്ര ജനലുണ്ട്, മസ്ജിദുൽ അഖ്സാക്ക് എത്ര സ്റ്റെപ്പുകളുണ്ട് എന്ന് അവർ പോയി പരിചയമുള്ള നാടാണത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അവരെന്നോട് ചോദിച്ചു കൊണ്ടിരുന്നു, ഞാൻ മസ്ജിദുൽ അഖ്സായിലേക്ക് നോക്കിയിട്ടതിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. ജിബ്രീൽ അലൈഹി